ഇറങ്ങ മാഷേ. നിന്റെ പുറകെ നിന്നോട് എന്താ പറഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? പോയി ചോദിക്കും. വായി നോക്കിയുള്ള കൊണ്ട് വഴി അടക്കാൻ വയ്യ. രമയൊന്ന് വൈകിയോ? ഇല്ലല്ലോ. ഗോപു, പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? തവണെങ്കിലും 10ാം ക്ലാസ് കിടക്കോ? മുരളിയേട്ടന് വേറെ ഒന്നും ചോദിക്കാനില്ലേ? ആര് കണ്ടാലും പഠിപ്പ് പഠിപ്പ് പഠിപ്പ്. അയ്യോ, എന്തായാലും ഇവൻ മുരളിയേട്ടനെക്കാളും ഭേദോ. അതെന്താ? 10ാം ക്ലാസ് 6 തവണ എഴുതിയ ആളല്ലേ. ഇവൻ 5 ആകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പഠിപ്പിലേക്ക് എന്തിരിക്കുന്നു? എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിലായാൽ പോരെ? രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. അമ്മേ, അടുപ്പത്ത് എന്താ വെച്ചിരിക്കുന്നേ? കരിയുന്ന മണം വരുന്നു. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. രാമ 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 പാഹിമാം. മോളകത്ത് പോയിരുന്ന വല്ലതും പഠിക്കും. പട്ടിയുണ്ടോ? ശങ്കരൻ നായരുണ്ടോ? ഇതിലാരെയാ ഇപ്പൊ വേണ്ടത്? ആ ആ കുഞ്ഞമ്മന്നാണോ? വാ അത്തോട്ടിരിക്കാം. 3 നേരത്തെ അകത്തേക്ക് കയറുന്നില്ല. ആ എന്നാ പിന്നെ അവിടെ ആ പിന്നെ ആ മോളല്ലേ? ആ മോള് തന്നെ, മരുമോള്. ബാങ്കിൽ ജോലിയുള്ള കൃഷ്ണനുണ്ണിയുടെ. ആ കുടിക്കാൻ എന്താ? ഒന്നും വേണ്ട, ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ. പുറത്ത് മഞ്ഞ് വീണ അപ്പ തുടങ്ങും മൂക്കടപ്പും തുമ്മലും. ആ ഞാനൊരു കോളും കൊണ്ടാ വന്നിരിക്കുന്നത്. ആ ഹാജിയാരുടെ തടിക്കമ്പനിയില്ല ഞാനിപ്പോ ഒന്ന് അറിയാവല്ലോ. മുതലാളി ഒരു പുത്തൻ കാറ് മേടിച്ചിരിക്കുന്നു. ഫോറിനാ. നമ്മുടെ നിരത്തിലൊന്നും ഇറങ്ങാത്ത സാധനം. അവനെ അതിന്റെ തത്വത്തിലൊന്ന് കൊണ്ടു നടക്കാൻ ആരുണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങളുടെ പേരാ പറഞ്ഞത്. അറിവും വിവരവും ഉള്ള ഒരു ഡ്രൈവർ നമ്മുടെ നാട്ടിൽ നിങ്ങളെ ഉള്ളൂ. അതുകൊണ്ട് മുതലാളി പറഞ്ഞത് നാളെ നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലണമെന്നാ. ഓട്ടോവധിയം വരില്ല, തരക്കേടില്ലാത്ത കാശും കിട്ടും. കാര്യം എനിക്കിഷ്ടമുള്ള ഏർപ്പാടാ. പക്ഷെ മോൻ സമ്മതിക്കില്ല. അതെന്താ? നമ്മൾ മോട്ടോർ വാഹനം ഓടിച്ചാ ജീവിച്ചതെങ്കിലും പിള്ളേരൊക്കെ വലിയ വലിയ നിലയിരിക്കുമ്പോ അവൻ സമ്മതിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ബാങ്ക് മാനേരാ. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ആലോചിക്കാനൊന്നുമില്ല, പിള്ളേര് സമ്മതിക്കില്ല. ഇവിടെ തന്നെ. ആ എത്രയായി? 10 രൂപ. 10 രൂപ? റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ ഇതിന്റെ മീറ്റർ എന്ന സാധനം ഇവിടെ. മീറ്റർ ഒന്നുമില്ല, 10 രൂപ. എടോ മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ന്യായമായ ചാർജ്. എനിക്കൂടെ തോന്നണ്ടേ? ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതിയത് ഞാൻ കേറില്ലായിരുന്നല്ലോ. ഓ, ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്തു പറ്റി? അച്ഛാ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ. 10 രൂപ ആകുമല്ലോ. 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ. ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ? എന്റെ അമ്മ, ഞാൻ എങ്ങനെ വരും? ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്, ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും? നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി, എന്നെ കണ്ട ഉടനെ ചെയർമാൻ, എന്താ മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടി കൊടുത്തു. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും.
ടെസ്റ്റ് ചാർജ്. ഓക്കെ. ഓട്ടോറിക്ഷ, അയ്യോ 10 രൂപ. അതും ഓക്കെ. പക്ഷേ ഈ 3 രൂപ എവിടെ പോയി? ആ 3 രൂപ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അത് പറ്റിയല്ലോ. എവിടെ പോയി അറിയണ്ടേ? അയ്യോ, ഇത് എന്തിനെങ്കിലും ചെലവായി കാണും. ചെലവായതിന്റെ അല്ല, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. ദേ ഇന്ന് ബാങ്കിൽ പോണ്ടേ? കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ടാവും അളന്ന് കളയിലൊക്കെ. ഉണ്ണേട്ടാ, ഓ എടി, എന്നാലും ആ 3 രൂപ ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. നിനക്ക് അറിഞ്ഞൂടാ? ശ്ശോ, ഇങ്ങനെയുണ്ട് ഒരു പിശുക്കൻ. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാൻ. അമ്മേ, അമ്മേ, നടക്കാൻ അങ്ങോട്ട്. നടക്കാൻ. ദാ ഇത് കണ്ടോ, കുറെ നാളായി ഇവൻ ഈ പണി തുടങ്ങിയിട്ട്. എന്റെ ഈശ്വര, ഇതും തുടങ്ങിയോ? യവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ അമ്മേ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 2-3 ദിവസമായി ഇവൻ അടുത്തൂടെ പോകുമ്പോഴൊക്കെ ഒരു വീടിയുടെ മാറ്റം. അയ്യോ, ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്നതാ. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുറ്റി വെടി വലിച്ചു നോക്കുന്നത്. ആ, കാളെ ഉണ്ണി മേലാ വീടി വലിച്ചിട്ടുണ്ടെങ്കിൽ ആ, നിങ്ങളൊക്കെ അവന് ചീത്തയാക്കുന്നത്. ഇപ്പതേ കുറ്റി വീടി, നാളെ മുഴുവൻ പീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ, ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് നിന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി. ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്ന് പഠിക്കും. എടാ പോടാ. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ഡ്യൂട്ടികളും അയക്കണ്ടെന്ന്. വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വെക്കാൻ. ഉണ്ണേട്ടാ, പോയി കുളിക്കാൻ നോക്കൂ. സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോ അത് ഊതി വലുതാക്കാൻ. പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റിയെടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാട് ഇപ്പോഴും അവന്റെ തുടയിലുണ്ട്. ആ ആളാ ഇപ്പൊ. അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്കും. അത് ശരിയാ, അമ്മ വീടി വലിക്കല്ലേ. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? അല്ലെന്ന്. എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖല തന്നെ. ഗോഖല തന്നെ. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്കാ. ഇങ്ങനെ എല്ലാരും കൂടെ ചവിച്ചാ ഞാൻ ഈ ഗതിയായത്. എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായ് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെയാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ, നോക്കിക്കോ. ഓ, എന്താ ഒരു കണിയാന്റെ ചുമ? ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു. എന്താ? ഞങ്ങളുടെ ട്രൂപ്പിന് ആ, ഒരു വണ്ടി സ്വന്തമാക്കിയാ കൊള്ളാമെന്നുണ്ട്. അതിന് ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ? എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചതെന്ന് ഞാൻ വെള്ളത്തിലാവണോ അല്ലേ? 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്ത് 25 കഴിഞ്ഞു. ആ, കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു. ഹേ, അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ. ആ, നിന്റെ അഭിനയത്തെ പറ്റി ആ ആ ആ തരക്കേടില്ലാത്ത അഭിപ്രായമുണ്ട്. ആ, അത് ഞാനും കേട്ടു. നീ പോടാ തണ്ടി. ആ, വാ. ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും? തരക്കേടില്ലാത്ത വിധം കിട്ടും. കൃത്യമായ സംഖ്യ പറ. അത് 150. 150 രൂപയോ? നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും. അന്വേഷിക്കുക, എന്നാ 100ഓളം വരും. എടാ ശരിയായ സംഖ്യ പറഞ്ഞു. എന്തൊരു ശല്യം ഇത്, മനുഷ്യന് വിശ്വാസമില്ലാത്ത പോലെ. ആക്ക് വളച്ചാ കള്ളേ പറയും. വച്ചടാ, ഇവിടെ ഇപ്പൊ വലിയ അത്യാവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല, എന്റെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസൺ ആവട്ടെ, ഞാനിവിടെ ഒരു കലക്കും. പല വലിയ സമിതിക്കാരും എന്നെ വിളിച്ചിട്ടുണ്ട്. മാസത്തിൽ 30 ദിവസവും കളിയുള്ളവര്. ഓ, മാസത്തിന് 30 ദിവസം ഉണ്ട്, എനിക്കറിയാം. നീ പോയി കുളിച്ചിട്ട് വന്നേ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എന്റെ അമ്മയെ ഇന്നലെ വടകരയിൽ ഞങ്ങളെ നാടകം കാണാൻ ഒരു സിനിമാ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഭാവി എന്താന്ന് പറയാൻ പറ്റില്ലോ, ചിലപ്പോ എന്റെ ചിത്രവും ചുവരിന്റെ മേലെ വരും. പോടാ, പോയി കുളിക്കടാ.